നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രശ്നങ്ങൾ വന്നാൽ അതുപോലെയുള്ള ഒരു സംഭവം ഞാൻ വായിച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും, പ്രതികൂലങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. അല്ല, ഇനി കുറച്ചുകൂടെ വിഷയമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ വിജയകരമായ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ സഹഭാഗ്യമുണ്ടാകും. വിജയകരമായ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ സഹഭാഗ്യമുണ്ടാകും. നമുക്ക് രണ്ട് നിലനിർത്താനത്തിൽ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. വിരോധാഭാസം എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. പട്ടാളത്തിനെതിരെ 4 ലക്ഷം പട്ടാളം യുദ്ധത്തിന്. കർത്താവ് ഒരു ഉപമയിൽ പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ശത്രു സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടോ പട്ടാളമുണ്ടോ എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ. അബിയാവ് എന്ന് പറയുന്ന ശലോമോന്റെ കൊച്ചുമകനാണ്, യെരോബെയാമിന്റെ മകൻ. അപ്പൊ അവന്റെ നേരെ യുദ്ധത്തിന് വേണ്ടി 10 ഗോത്രക്കാർ, 2 ഗോത്രക്കാരേ ഉള്ളൂ, 10 ഗോത്രക്കാർ വരികയാണ്. യെരോബെയാമിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ ശക്തമായ യുദ്ധത്തിന് വേണ്ടി വരികയാണ്. ഒരു വിധത്തിലും യെരോബെയാമിനെ ജയിക്കുവാനായിട്ട് അബിയാവിന് മാനുഷികമായി സാധ്യമല്ല. കാരണം 2:1 എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പട്ടാളം? 8 ലക്ഷമോ 4 ലക്ഷമോ. അതുകൊണ്ട് തന്നെ ഈ അബിയാവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, അവൻ മനോദൗർബല്യമുള്ളവനായിരുന്നു. 7-ാം വാക്യം. അത് ശലോമോന്റെ മകനായ രഹബെയാമിനോട് സാക്ഷ്യം കാണിച്ച രഹബെയാമോ, അതവന്റെ അപ്പനെ പറ്റിയ രഹബെയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായിരുന്നതിനാൽ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യന്റെ മകനാണ് ഇപ്പോ അബിയാവ് എന്ന് പറയുന്നത്. ഇപ്പൊ മനോദൗർബല്യവും ബലഹീനതയുള്ള ഒരു രാജാവിന്റെ മകനും ആ സ്വഭാവമൊക്കെ ആയിരിക്കും ഏറെക്കുറെ ഉള്ളതെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് ഞാൻ. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ബലവും ശക്തിയും സാത്താന്റെ ബലവും ശക്തിയും, അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള വിശ്വാസികളുടെ ബലവും ശക്തിയും ഒക്കെ നോക്കിയാൽ നമ്മൾ ആരുമല്ല. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് വേറെ വിഷയം. ക്രിസ്ത്യ ജീവിതത്തിൽ നാം നേരിടേണ്ടതായിരിക്കുന്ന പ്രലോഭനങ്ങളും പരീക്ഷകളുടെയും സ്വഭാവം അതാണ്. നമ്മുടെ കയ്യിൽ 4 ലക്ഷമേ ഉള്ളൂ, പക്ഷേ എതിരെ വരുന്നത് 8 ലക്ഷവുമായിട്ടാണ് വരുന്നത്. പലപ്പോഴും ആശ്വാസം വന്നാൽ നിന്റെ വലത്തുവശത്ത് 1000 പേരും, നിന്റെ വശത്ത് 1000 പേരും, നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും എങ്കിൽ വരും, അങ്ങനെ ആരും അടുത്തു വരികയില്ലെന്നാണ്. അവരൊക്കെ വീണു പോവും. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് രസകരമായിരിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ അല്ല. 10 ഗോത്രക്കാര് 2 ഗോത്രക്കാർക്കെതിരെ യുദ്ധത്തിന് വന്നാൽ എങ്ങനെയാണ്? നമുക്കറിയാം, 10 ഗോത്രം 2 ഗോത്രം, 10 പേര് 2 പേർക്കെതിരെ യുദ്ധത്തിന് വന്നാൽ എങ്ങനെയായിരിക്കും? നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ 8 ലക്ഷം പട്ടാളം 4 ലക്ഷം പട്ടാളത്തിനെതിരെ യുദ്ധത്തിന് വന്നാൽ. പക്ഷേ യഹൂദയ്ക്കായിരുന്നു ജയം. കാരണം അവസാനം നമ്മൾ വായിക്കുന്നത് എത്ര ലക്ഷം പട്ടാളമാ യെരോബെയാമിന് നഷ്ടപ്പെട്ടത്? 5 ലക്ഷം പട്ടാളം നഷ്ടപ്പെട്ടു പോയി. സമവാക്യം തെറ്റിയല്ലേ? അല്ല, 8-4 ആയിരുന്നത് 5 ലക്ഷം പട്ടാളം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അതേ പറയുന്നുണ്ട്, കഠിനമായി തോൽപ്പിച്ചു. ഇസ്രയേലിൽ 5 ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇങ്ങനെ ഇസ്രയേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു. 5 ലക്ഷം പട്ടാളം, 8 ലക്ഷത്തിൽ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ യഹൂദയിലെ ഓരോ പട്ടാളക്കാരനും ഓരോരുത്തരെ കൊന്നു. അത് ഫുള്ളും പിന്നെ 1 ലക്ഷം അധികം വന്നു. എന്റെ കൊലയായിരുന്നു, എന്റെ ജയമായിരുന്നത്. യഹൂദന്മാരുടെ യഹൂദയ ഗോത്രത്തിന്റെ മുന്നിലും പിന്നിലും അവരായിരുന്നു പട്ടാളക്കാരായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉണ്ട് പട്ടാളക്കാർ, മുന്നു നോക്കിയപ്പോൾ അവിടെ ഉണ്ട് പട്ടാളക്കാർ. എങ്ങോട്ട് പോകാനാണ്? എന്ന് പറയാൻ ജയിക്കാൻ ഒരു വിധത്തിലും സാധ്യതയില്ലാത്ത ഒരു യുദ്ധം, ഒരു വിധത്തിലും സാധ്യതയില്ലാത്ത യുദ്ധം. ജയിക്കണമെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലാതെ ജയിക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഈ ജയത്തിന്റെ രഹസ്യം എന്താണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോ അബിയാവ് എഫ്രൈം മലനാട്ടിലെ സെമരായി മലമുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യെരോബെയാമും എല്ലാ ഇസ്രായേലുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ രാജ്യത്തും ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തിന്റെ പരിപാടിയിലുള്ളവരാണ്.
നിങ്ങൾ ഈ 8 ലക്ഷവുമായിട്ട് ഞങ്ങളെ ഒതുക്കാനായിട്ട് വന്നാൽ ഒതുക്കാനായിട്ട് ഒക്കുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സദാകാലത്തേക്കും ദൈവം ഒരു ലവണ നിയമത്തെ തന്നതാണ്. ഈ രാജ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വന്ന് വലിയ ശക്തിയുമായിട്ട് വന്നൊന്നും ഞങ്ങളെ തോൽപ്പിച്ചിട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഈ ബോധ്യത അബിയാവിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ബോധ്യത അബിയാവിനുണ്ടായിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ. അതുകൊണ്ടാണ് അവൻ ആ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇസ്രയേൽ ജനത്തെയും അതുപോലെ രാജാവിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, രാജാവെ ഒരു കാര്യം ഓർപ്പിക്കണം. എന്താണ്? ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ബലഹീനായ മനുഷ്യനായിരുന്നിരിക്കാൻ, വേണ്ടി അപ്പൻ ബലഹീനായ മനുഷ്യനായിരുന്നിരിക്കാം. പക്ഷെ ഒരു ലവണ നിയമത്താൽ ഈ രാജ്യത്തെ ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്നിരിക്കുകയാണ്. ദാവീദിന്റെ കുടുംബം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ സാധിക്കില്ല. ദാവീദിന്റെ സന്തതിയിൽ എന്നും ഒരു രാജാവ് ഉണ്ടായിരിക്കണം. കാരണം മശീഹ വരെയും അവിടുന്ന് വരേണ്ടതാണ്. അപ്പോ മാറ്റമില്ലാത്തൊരു ദൈവിക പരിപാടിയുടെ ഭാഗമാണ് യഹൂദ എന്നാണ് അബിയ രാജാവ് പറഞ്ഞത്. മാറ്റമില്ലാത്ത ഒരു ദൈവിക പരിപാടിയുടെ ഭാഗമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്ന് ചില സമയങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, ഇതോടുകൂടി തീരുമെന്നൊക്കെ നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു ലവണ നിയമത്താൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ് ഈ നിത്യജീവനും നിത്യരക്ഷ എന്നൊക്കെ പറയുന്നത്. ഇന്ന് തൽക്കാലം ഒന്നും അങ്ങനെ ഇവിടെ വെച്ച് തീരേണ്ടതൊന്നുമല്ല. ഇത് അങ്ങ് വരെ ചെല്ലേണ്ടതായിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഇവിടെ വെച്ചെങ്കിൽ ആർക്കും തോൽപ്പിക്കാനൊന്നും സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മറന്നുപോകും. നമ്മൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകുന്നത്. നമ്മൾക്ക് ബോധമുള്ളത് എന്താണെന്നറിയാം. നമുക്കെതിരെയുള്ളത് ആരാണ് അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്കെതിരെയുള്ളത് യെരോബെയാം 8 ലക്ഷം പട്ടാളക്കാരുമാണ്. നമ്മളെപ്പറ്റി നമ്മൾ കൊച്ചായിട്ട് ചിന്തിക്കും, എന്താ, അയ്യോ 4 ലക്ഷം പട്ടാളേ ഉള്ളൂ, 2 ഗോത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ 10 ഗോത്രങ്ങള് 8 ലക്ഷം പട്ടാളവുമായിട്ട് വന്നാൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഈ ആളുകളുടെ വലിപ്പം കണ്ടും പട്ടാളത്തിന്റെ വലിപ്പം കണ്ടും ഗോത്രത്തിന്റെ സംഖ്യാവലിപ്പം കണ്ടും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എന്താണ്? നമുക്കൊരു ഉടമ്പടി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത് പലപ്പോഴും പല ആളുകൾക്കും അതറിയില്ല. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവരാരാണെന്നുള്ളതായിരിക്കുന്ന കാര്യം അങ്ങ് മറന്നുപോകും. 10ാമത്തെ വാക്യം വായിച്ച്, ഇവർ ജയിക്കാനുള്ള 2ാമത്തെ കാര്യം 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ദൈവിക ബന്ധം ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായി. രെഹബെയാം യഹോവയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ ദൈവന്മാരുടെ പുറകെ പോയി. കാളക്കുട്ടികളെയൊക്കെ ഉണ്ടാക്കി, ബേഥയിൽ 2 കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ആരാധന വേറെ തുടങ്ങി. പക്ഷേ രെഹബെയാം അവന്റെ മകനാണ് അബിയാവ്. അവരെ ഒരിക്കലും അങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് ഇക്കാലത്ത് പോയിട്ടില്ല, വളരെ പിൽക്കാലത്ത് പോയി. അവർക്ക് ഇപ്പോഴും നല്ല ഉറപ്പുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഞങ്ങളുടെ ദൈവമോ യഹോവ. ആ പേരിന്റെ തന്നെ വളരെ അർത്ഥമുണ്ട്. മാറ്റമില്ലാത്തവൻ, ഇന്നലെ ഇന്നും എന്നും ഒരുപോലെ ഇരിക്കുന്നവൻ, ആരംഭമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, ഒരുപാട് അർത്ഥമുള്ളത്. നിത്യനായ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം യഹോവയാണ്, ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. ഈ രണ്ടും കൂടെ ചേർന്ന് പോകണം. നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഒരു വശം, നാം അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കും പറയാം, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്, ത്രിയേക ദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടമാണോ നാം ചെയ്യുന്നത്? ദൈവത്തിന്റെ വഴികളിൽ തന്നെയാണോ നാം നടക്കുന്നത്? ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള സത്യസന്ധമാണ്. യഹോവയാണ് ദൈവം എന്ന് മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധവും സത്യസന്ധമാണ്. ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തെ നാം ഉപേക്ഷിക്കാത്തിടത്തോളം ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന്റെ പാതയിൽ തന്നെ നടക്കണം. ദൈവം നമ്മെ വലിയ വില കൊടുത്ത് രക്ഷിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു, നമ്മോട് നടക്കേണ്ട പാത കാണിച്ചു തന്നു. എല്ലാം തന്ന ശേഷം നാം അത് വിട്ട് പോവുകയും നമ്മുടെ ജീവിതത്തിൽ വിജയം വേണമെന്ന് നാം ആഗ്രഹിക്കുകയും ചെയ്താൽ വിജയം നടക്കില്ല. വലിയ വലിയ ഭക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരുടെയൊക്കെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അവർക്കുള്ളതായിരിക്കുന്ന വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ദൈവം യഹോവയാണ്, ത്രിയേക ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, പരാജയപ്പെടുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവും എന്റെ രക്ഷിതാവും കർത്താവുമായവനെയാണ് ഞാൻ സേവിക്കുന്നത്. എവിടെ പരാജയപ്പെടാനാ? നിങ്ങൾക്ക് ദൈവത്തെ പരാജയപ്പെടുത്താനൊക്കെ ഒക്കില്ല.
ഈ രഹബിയാവിന് അങ്ങനെയൊന്നും പറയാനുണ്ടായിരുന്നില്ല. രഹബിയാവിന് പറയാനുള്ളത്, നോക്ക് ഞങ്ങളുടെ 8 ലക്ഷം പട്ടാളം ഉണ്ടെന്ന്. 8 ലക്ഷം പട്ടാളമുണ്ട് ഞങ്ങളിൽ. അന്നത്തെ കാലത്ത് പറഞ്ഞ ഞങ്ങളിൽ വളരെ ശക്തമായിരിക്കുന്ന വാളുകളുണ്ട്, ഒറ്റപ്പെട്ടിട്ട് തല പോകുന്ന വാളുകളുണ്ട്, ഞങ്ങളുടെ കുന്തങ്ങളുണ്ട്, വില്ലുകൾ, അമ്പും വില്ലുമുണ്ട്, ഞങ്ങൾക്ക് അതൊക്കെയുണ്ട്. അബിയാവ് ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് പട്ടാളമുള്ള കാര്യം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആയുധമുള്ള കാര്യം പറഞ്ഞില്ല, ഞങ്ങൾക്ക് ദൈവം ഉണ്ടെന്നാ പറഞ്ഞു. ഞങ്ങൾക്ക് ദൈവമുണ്ട്. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. ആരൊക്കെ ഇളകി വന്നാലും നമുക്ക് ദൈവമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ആ ഒരു പ്രസ്താവന നമുക്ക് സത്യസന്ധമായിട്ട് പറയാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ധൈര്യമുള്ള ആളുകളാണ്. നമുക്ക് ദൈവമുണ്ട്, ഒന്നും പേടിക്കണ്ട, നമുക്ക് ദൈവമുണ്ട്. ഒരു സൈന്യം എനിക്കെതിരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്നാണ്. ഒരു സൈന്യം എനിക്കെതിരെ വന്ന, അന്നത്തെ കാലത്തൊക്കെ സൈന്യങ്ങൾ ഇങ്ങനെ എപ്പോഴും യുദ്ധം ഉണ്ടാകുന്നതാണ്. ഫിലിസ്തീൻ വരുന്നു, ഇവരൊക്കെ ഇങ്ങനെ വരും. 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം ആളുകളായി മാർച്ച് ചെയ്ത് വരുന്നത്. കുതിരയുടെ പുറത്തും ഒട്ടകത്തിന്റെ പുറത്തും കഴുതയുടെ പുറത്തും ഒക്കെയാണ് വരുന്നത്. നമ്മൾ 1 പേർക്കപ്പുറത്താണ് വരുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും. നമ്മൾ കുതിരയുടെ കുളമ്പടി കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് സൈന്യം, ഭയങ്കര സൈന്യം, 1 ലക്ഷം ആളുകളാണ് നമുക്കെതിരെ വരുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്നുകൊണ്ട് അപ്പോൾ നിന്നുകൊണ്ട് യഹോവ ഞങ്ങളോടുകൂടെ ഉണ്ട്, ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് പറയാനായിട്ട് ഒരാൾക്ക് കഴിഞ്ഞാൽ അത് അവൻ ദൈവാശ്രയമുള്ള ഒരു മനുഷ്യനായിരിക്കും, അല്ലേ? നമുക്ക് ആശ്രയം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു ആശ്രയമുണ്ടോ? അങ്ങനെ ഒരു ദൈവാശ്രയം നമുക്കുണ്ട്. അത് നമുക്ക് വേണം. ആശ്രയമില്ലെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയില്ല. മൂന്നാമത് ഇവരുടെ വിജയത്തിന്റെ രഹസ്യം, ഒന്നാമത് ഞാൻ പറഞ്ഞ മാറ്റമില്ലാത്തൊരു ദൈവിക പരിപാടിയുടെ ഭാഗമായിരുന്നു അവര്. ലവണ നിയമത്താൽ ദൈവം നൽകിയതാണ് അവരുടെ രാജ്യത്വം എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. 2, സത്യസന്ധമായ ദൈവിക ബന്ധം അവർക്കുണ്ടായിരുന്നു. മൂന്നാമത് 10ാമത്തെ വാക്യം വായിക്കാം. അവരെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്, ലേവ്യരും ഞങ്ങളുടെ വേല നോക്കി വരുന്നു. എന്താ പറയുന്നതെന്നറിയാമോ? ഞങ്ങൾക്ക് വചനപ്രകാരമുള്ള നേതൃത്വം ഉണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് വചനപ്രകാരമുള്ള നേതൃത്വമുണ്ട്. ദൈവം ഇസ്രായേലാക്കി വെച്ച നേതൃത്വത്തിന്റെ ഭാഗമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. രാജാവായിട്ട് ദാവീദിന്റെ കുടുംബത്തെ ആക്കി വെച്ചു, പുരോഹിതന്മാരായിട്ട് ലേവ്യരെ ആക്കി വെച്ചു, അവരുടെ കുടുംബത്തെ ആക്കി വെച്ചു. അപ്പോ അബിയാവ് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം ശരിയാണ്, ശലോമോന്റെ പാപം കൊണ്ടാണ് ഇസ്രായേൽ രാജ്യം 2ആയി വിഭാഗിക്കപ്പെടുകയും 2 ഗോത്രം മാത്രം ഇവർക്ക് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ലേവ്യരെ കൈവിട്ടിട്ടില്ല. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾക്കൊന്നും ഞങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് ലേവ്യർ തന്നെയാണ്, അവരുടെ നേതൃത്വം തന്നെയാണ്. ഇത് നമ്മുടെ വിജയത്തിനുള്ളതായിരിക്കുന്ന ഒരു അതിപ്രധാനമായ കാര്യമാണ്. അതായത് നമ്മുടെ ശുശ്രൂഷയുടെ വിധങ്ങള്, നേതൃത്വങ്ങള്, അതിൽ വല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? നമുക്ക് വചനാനുസരണം ഞങ്ങൾ ശരിയായ നിലയിൽ തന്നെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയം ഉണ്ടാവും. ആകെപ്പാടെ താറുമാറായി കിടക്കുകയാണ്. ആരാണ്? കുറച്ച് ഭക്തന്മാരെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർ വിളിക്കുകയും പറയുകയും കൂവുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെ പേടിച്ച് ഭയപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊന്നും നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുകയില്ല. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്, ക്രമീകൃതമായിട്ട്, ദൈവജനപ്രകാരം, വചനാനുസരണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ മാത്രമേ നമുക്ക് വിജയം അവകാശപ്പെടാനായിട്ട് കഴിയൂ. അബിയാവിന് വിജയം അവകാശപ്പെടാനുള്ളതായിരിക്കുന്ന കാരണം അവൻ ആ മലയിൽ കയറുന്നുകൊണ്ട് പറയാണ്, ഞങ്ങളുടെ നേതൃത്വം ഇപ്പോഴും വചനാനുസരണമുള്ള നേതൃത്വമാണ്. നിങ്ങൾക്കാരാ ഉള്ളത്? നിങ്ങൾ 2 കാളക്കുട്ടിയും ഇസ്രായേലിലെ മറ്റ് 10 ഗോത്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തന് വന്നാൽ അവനെ ഗോത്രവും നോക്കുവില്ല, ഒന്നും നോക്കൂല, കരപൂർണ്ണം ചെയ്ത് അവനെ പുരോഹിതനായിട്ട് നിങ്ങൾ നിയമിക്കുകയല്ലേ ചെയ്യുന്നത്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം പൗരോഹിത ലേവ്യ ഗോത്രത്തിലാണ് കൊടുത്തത്. ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് നമുക്ക് പരാജയം വരും. ദേശം 2ആയി വിഭാഗിക്കപ്പെട്ടു, 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു, 2 ഗോത്രമേ ഉള്ളൂ, ബലഹീനരായി തീർന്നു, ആളെണ്ണത്തിൽ കുറവാണ് എന്നൊക്കെ ആണെങ്കിലും ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ചുരുക്കമാണെങ്കിലും ദൈവജനപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവവചനം പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഞങ്ങളുടേതായ പുരോഹിതന്മാരെ ഞങ്ങൾ നിയമിച്ചിട്ടില്ല. ദൈവമാക്കി വെച്ച പുരോഹിതന്മാരാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ആക്യുറസി, ഒരു സഭയുടെ നടത്തിപ്പാണെങ്കിൽ നടത്തിപ്പ് സംബന്ധിച്ച് ദൈവത്തെ അപ്പോസ്തോലിക കാലത്ത് അവർ എന്താണോ കാണിച്ചു തന്നതും എഴുതി തന്നതും അതേ വിധത്തിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നവരാണ്. ശരിയാണ്, ഞങ്ങൾക്ക് ബലഹീനതയുണ്ട്, ഞങ്ങൾക്ക് കുറവുണ്ട്, ഞങ്ങളുടെ ഭിന്നത വന്നിട്ടുണ്ട്,
ഞങ്ങളുടെ ആൾബലമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറവാണ്, നിങ്ങൾക്ക് 10 ഗോത്രമുണ്ട്, ഞങ്ങൾക്ക് 2 ഗോത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് 10 ലക്ഷം 8 ലക്ഷം പട്ടാളമുണ്ട്, ഞങ്ങൾക്ക് 5 ലക്ഷം പട്ടാളമേ ഉള്ളൂ, ഇതൊക്കെ ശരി, 4 ലക്ഷമേ ഉള്ളൂ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ദൈവജനത്തിന്റെ വ്യവസ്ഥ വിട്ടുള്ള ഒരു ആരാധനക്രമം ഞങ്ങൾക്കില്ല. അത് എപ്പോഴും നാം സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാരെന്ന് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ ഞാൻ ക്രൈസ്തവ ഗോളത്തിലെ അപ്പോസ്തോലിക കാലം കഴിഞ്ഞതിന് ശേഷം സഭാപിതാക്കന്മാരുടെ കാലം വന്നു. അപ്പോസ്റ്റൽസ് ഉണ്ട്, പിന്നെ അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചർച്ച് ഫാദേഴ്സ് ഉണ്ട്. ചർച്ച് ഫാദേഴ്സിന്റെ കാലം ഇങ്ങോട്ട് കഴിഞ്ഞ് അതിനുശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവർ ദൈവജനത്തിന്റെ പ്രമാണങ്ങളെയും വ്യവസ്ഥകളെയും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങൾ ചെയ്തു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം അങ്ങനെയുള്ള കാലമാണ്. വലിയ വലിയ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ പറയാമായിരുന്നെങ്കിലും ഈ അഡ്ഹറൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവജനത്തോടുള്ളതായിരിക്കുന്ന പറ്റിപ്പിടിക്കൽ, ഒട്ടിപ്പിടിച്ചിരിക്കുക, അത് അണുവിടെ മാറാതിരിക്കുക എന്ന് പറയുന്ന പ്രമാണമൊന്നും വന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അബിയാവ് വിളിച്ചു പറയുന്നതാണ്. അബിയാവിന് എത്ര ധൈര്യമായിട്ട് വിളിച്ചു പറയാനായിട്ട് കഴിയും? വലിയൊരു ജനസമൂഹത്തോടാണ് പറയുന്നത്. 8 ലക്ഷം പട്ടാളം അണിനിരന്നിരിക്കുന്ന രാജാവിനോടും പട്ടാളത്തോടും പറയുന്നത്, നോക്കിയേ, ഞങ്ങളെ പുല്ല് ഒപ്പിയെടുക്കുന്നത് പോലെ ഞങ്ങളെ ഒപ്പിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾ ആളെണ്ണം കുറവാണ്, ഗോത്രങ്ങൾ കുറവാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ, ഞങ്ങളെ ന്യായപ്രമാണ പ്രകാരം ദൈവിക പ്രമാണവും ദൈവിക ചട്ടങ്ങളും അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നോക്കി ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളോടുകൂടെ വളരെ നല്ലതാണ്. ആ ഒരു ഉറപ്പ് നമുക്കും ആവശ്യമാണ്. നമ്മൾ നിൽക്കുമ്പോൾ വലിയ വലിയ സമുദായങ്ങൾ അല്ലെ, ചില സമുദായങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ദശാംശം പോലും നമ്മളില്ല. ദശാംശമല്ല, അവരുടെ സഹസ്രാബ്ദത്തിലൊരു അംശം പോലും നമ്മളില്ല. എന്തോരം ആളുകൾ, എത്ര രാഷ്ട്രങ്ങൾ, യൂറോപ്പിലുള്ള രാജ്യങ്ങൾ, റോമൻ കത്തോലിക്ക സഭ, അതുപോലെ ഓർത്തഡോക്സ് സഭയ്ക്ക് എത്ര രാജ്യങ്ങളുണ്ട്. എന്നാൽ നമ്മളാരാ ഉള്ളത്? ഈ രണ്ട് കൈയുടെ വെള്ള ഉണ്ടാവുന്ന ആളുകളെ ഉള്ളൂ വാസത്തിൽ. നമ്മൾ അത്രേ ഉള്ളൂ. നമുക്ക് എന്താ അവകാശപ്പെടാനുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവകാശപ്പെടാനുണ്ടെന്നുള്ളതാണ് നമ്മുടെ മഹത്വം. പക്ഷെ ആ മഹത്വം നമ്മൾ വിട്ടുകളയരുത്. എനിക്കുള്ളൊരു ഭയം എന്ന് പറയാൻ, നമ്മുടെ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങളുടെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, സത്യദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങളെ മുന്നറിയപ്പെട്ടവരും നിയമിക്കപ്പെട്ടവരും കർത്താവായ യേശുവിൽ വീണ്ടെടുക്കപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളുണ്ട്. ദൈവമായി ഞങ്ങൾക്ക് ഒരു ഉടമ്പടിയുള്ള ആളുകളാണ്. ഞങ്ങളുടെ ആരാധനക്രമം ദൈവജന പ്രകാരമുള്ളതാണ്. ഞങ്ങളുടെ നേതൃത്വം അതിന് പ്രകാരമുള്ള നേതൃത്വമാണ്. ആളുകളിലേക്ക് നിങ്ങൾക്ക് മെത്രാന്മാരുണ്ടോ, നിങ്ങൾക്ക് പാസ്റ്റർമാരുണ്ടോ, നിങ്ങൾക്ക് പോപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളങ്ങ് ചുരുണ്ടുകൂടി കൊച്ചായി, ഞങ്ങൾക്ക് ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ പാവപ്പെട്ട ആളുകളാ, ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. അവരുടെ തൊപ്പിയും കിപ്പിയൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവജന പ്രകാരം അല്ലാത്ത തൊപ്പി വെച്ചിട്ട് എന്ത് ചെയ്യാനും? ദൈവത്തിന് ജനം ഇത് കണ്ടൊന്നും പേടിക്കൊന്നുമില്ല. അപ്പോ അബിയാവ് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അഹ്റോന്റെ പുത്രന്മാർ ഞങ്ങൾക്ക് പുരോഹിതന്മാരായിട്ടുണ്ട്. ഇസ്രായേൽ ആരാണ് പുരോഹിതന്മാർ? വ്യാജന്മാരാണ്. അവിടെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞത്? ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് വരുന്നവരെല്ലാം പുരോഹിതനാണെന്ന് എവിടെയോ പ്രവചന ഭാഗത്ത് എങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. യെരോബെയാമിന്റെ ആരാധനാ സിസ്റ്റത്തെ കുറിച്ച്. ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് ചെല്ലുന്നവരെയൊക്കെ പുരോഹിതനാക്കും. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് അവരുടെ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം അടിസ്ഥാനം തെറ്റിപ്പോയാൽ എന്താണ്? ലേവ്യ ഗോത്രക്കാർക്ക് മാത്രമാണ് ദൈവം പൗരോഹിത്യം കൊടുത്തത്. അതങ്ങോട്ട് തള്ളിക്കളഞ്ഞ് പിന്നെ ഏത് ഗോത്രക്കാരനായാലും എന്നാ? യാതൊരു കാര്യവുമില്ല. 11-ാമത്തെ വാക്യം വായിക്കാം. അപ്പോ അബിയാവ് പറയുക, ഇനി അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഇങ്ങോട്ട് പറയാം. എന്താണ്? രാവിലെയും വൈകിട്ടും ഞങ്ങൾ ഈ യാഗങ്ങളും ധൂപങ്ങളും ഒക്കെ ഉണ്ട്. രാവിലെയും വൈകിട്ടും സമയം സംബന്ധിച്ച് ഞങ്ങൾ കറക്റ്റായിട്ടാണ് പോകുന്നത്. അതുപോലെ പതിവായി ദിനം പ്രതി എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്നുകൊണ്ട് യാഗങ്ങള്, ഹോമയാഗമുണ്ട്, പരിമള ധൂപമുണ്ട്. അതുപോലെ കാഴ്ചയപ്പോ എന്നും ഞങ്ങൾ വിശുദ്ധ മേശമേൽ വെക്കും. നിലവിളക്ക് വൈകുന്നേരം തോറും ഞങ്ങളെ കരിന്തിരിയെല്ലാം മാറ്റി എണ്ണ ഒഴിച്ച് ഞങ്ങൾ കത്തിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സാക്ഷ്യമുണ്ട്. ഞങ്ങളെ കാര്യങ്ങൾ ക്രമമായി ചെയ്യുന്ന ആളുകളാണ്. പിന്നെ ഞാൻ പറയട്ടെ, നമുക്ക് മറ്റു പലതും ഉണ്ടെങ്കിലും ഇത് പറയാനായിട്ട് നമുക്ക് കഴിയുമോ? ഞങ്ങൾക്ക് രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയോ ഉണ്ട്, ഞങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഉപവാസ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സുവിശേഷ വേല ക്രമമായിട്ടുണ്ട്, അപ്പം നുറുക്കലിന് എല്ലാവരും പങ്കുചേരുന്നുണ്ട്, ഞങ്ങൾക്ക് കൂട്ടായ്മ എല്ലാ ആഴ്ചയും ഉണ്ട്, ഞങ്ങളുടെ നിലവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്, രാവിലെയും വൈകിട്ടും ഞങ്ങൾ ഹോമയാഗങ്ങൾ അർപ്പിക്കുന്ന ആളുകളാണ്.
പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറഞ്ഞപക്ഷം പള്ളിമണി അടിക്കുമ്പോഴെങ്കിലും ആളുകളെ നിൽക്കുന്ന പാടത്താണെങ്കിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ പറയുമായിരുന്നു. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഒരു സ്വർഗസ്ഥനായ പിതാവ് പറയുമായിരുന്നു. ഏത് പണിക്കാരനാണെങ്കിലും അവൻ ഉടനെ പണി നിർത്തും. സ്വർഗസ്ഥനായ പിതാവ് പറയും. കാരണം പള്ളിമണി അടിച്ച് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടോ? നമുക്ക് പ്രാർത്ഥനയുണ്ടോ? നമുക്ക് ഇതൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അബിയാവ് പറഞ്ഞത് വല്ലതും നമുക്ക് പറയാനുണ്ടോ? നമ്മൾ പഴയ നിയമത്തിന്റെ സിസ്റ്റത്തില്, പുതിയ നിയമത്തിന്റെ സിസ്റ്റത്തില് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും ഒപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നു. നമുക്ക് പറയാനൊക്കുമോ? ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം ബൈബിൾ ക്ലാസ്സുകളുണ്ട്, ഉപദേശ പഠന ക്ലാസ് ഉണ്ട്, ഞങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ഞങ്ങൾക്ക് കൂട്ടായ്മ യോഗങ്ങളുണ്ട്, എല്ലാ ആഴ്ചയും ആഴ്ചയിൽ 1 നാൾ ഞങ്ങൾ അപ്പം നുറുക്കുന്നുണ്ട്, പ്രാർത്ഥനയാണ് ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്, സുവിശേഷ വേല ഞങ്ങൾ ക്രമമായി ചെയ്യുന്നവരാണ്. എന്താ നമുക്ക് പറയാനുള്ളത്? അപ്പൊ നമ്മളെങ്ങനെയാ വിജയിക്കുന്നുള്ളതാണ്. സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ എന്തുണ്ട്? സാത്താൻ തന്റെ അമ്പുകൾ കാണിക്കുമ്പോൾ നമ്മൾ പേടിച്ചിരിക്കും. കാരണം എന്താണ്? പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് നമുക്കില്ലല്ലോ. അത് സാത്താൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമുണ്ട്. നമ്മൾ ബലഹീനരാണ്. ഉപദേശ ക്ലാസ്സുകളേ ഇല്ല. ഞായറാഴ്ച ഒരു പ്രസംഗമുള്ളതല്ലാണ്ട് എവിടെയാ ഉപദേശം പഠിക്കാനുള്ള ക്ലാസ്സുകൾ? എപ്പോഴാണ് നമുക്ക് ഉപദേശ ക്ലാസ്സുകളുള്ളത്? ആഴ്ചയിൽ 1 ദിവസം ഉപദേശം പഠിക്കാനായിട്ട് ആളുകൾ കൂടി വരണം. 1-2 മണിക്കൂർ ഉപദേശം പഠിക്കണം. അതുപോലെ കൂട്ടായ്മ, അവർ ദിനംപ്രതി ചെയ്തു എന്നാ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് ദിനംപ്രതി ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂട്ടായ്മ മീറ്റിംഗ് വേണ്ടേ? ഫെലോഷിപ്പ് മീറ്റിംഗ്. അപ്പം നുറുക്കൽ മാത്രമുണ്ട് ഞായറാഴ്ച, ആഴ്ച ഒന്നാം അല്ലാതെ എന്താ ഉള്ളത്? പ്രാർത്ഥനായോഗങ്ങൾ എവിടെയാ ഉള്ളത്? എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശത്രുവിന്റെ മുൻപിൽ നാം പതറിപ്പോകും. നമ്മുടെ ശത്രുവിന്റെ മുൻപിൽ നാം വീഴും. നമുക്ക് വിളിച്ചു പറയാനൊന്നുമില്ല. നമുക്ക് കരയാനേ ഉള്ളൂ. കർത്താവേ കരുണ കാണിക്കണേ, തെറ്റുകളെ ക്ഷമിക്കണമേ എന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അതിൽ അപ്പുറം നമുക്കൊന്നും പറയാനായിട്ടില്ല. അബിയാവിന് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. 2 ഗോത്രക്കാർക്ക് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വലിയൊരു വെല്ലുവിളി, 8 ലക്ഷം പട്ടാളമായി വന്നതായിരിക്കുന്ന വലിയൊരു സൈന്യത്തിന്റെ വെല്ലുവിളിക്ക് മുൻപിലാണ് 10 ഗോത്രങ്ങൾ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നിടത്താണ് അബിയാവ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മരമുകളിൽ കയറി നിന്നുകൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. അവൻ അഭിമാനപൂർവ്വം പറഞ്ഞു, യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ജയിക്കുകയില്ല, നിങ്ങൾ എത്ര ജയിക്കില്ല. കാരണം ഞങ്ങൾക്കുള്ളത് ഉണ്ടാകണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളതൊക്കെ ഞങ്ങൾക്കുണ്ട്. ദൈവം മാനിക്കുന്ന കാര്യങ്ങളും ദൈവം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുള്ളത് എന്താണ്? അപ്പൊ അത് വലിയൊരു ഒരു വിഷയം തന്നെയാണ്. പറഞ്ഞ എന്താണ്? അനുസരണമുള്ള ജീവിതം ഞങ്ങൾക്കുള്ളത്. ദൈവം ഇതൊക്കെ പറഞ്ഞിരുന്നു. കാഴ്ചയപ്പത്തെ സംബന്ധിച്ചും, നിലവിളക്കിനെ സംബന്ധിച്ചും, സാക്ഷ്യപ്രകാരത്തെ സംബന്ധിച്ചും, ഹോമയാഗത്തെ സംബന്ധിച്ചും, ധൂപം കാട്ടുന്നതിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ക്രമമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് പരാജയം വന്നു, ഇവർക്ക് പന്നഗോത്രക്കാർക്ക് പരാജയം വന്നു. ശരി തന്നെ. ശലോമോന്റെ പാപം നിമിത്തം ദൈവം 10 ഗോത്രങ്ങൾ എടുത്ത് ശത്രുവിന് കൊടുത്തു. ഇതൊക്കെ ശരിയാണ്. എങ്കിലും അവർക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങള് ദൈവത്തിന്റെ പ്രമാണങ്ങൾ വിട്ട് ജീവിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് ആൾവലിപ്പവും ഇല്ലായിരിക്കും, പണവലിപ്പവും ഇല്ലായിരിക്കും, മറ്റു പല കാര്യങ്ങളും പറയാനില്ലായിരിക്കും. പക്ഷെ നമുക്ക് പറയാനുള്ളത് രെഹബെയാം പറഞ്ഞതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ പറയണം. ഞങ്ങൾ ദൈവവചന പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരും ഒക്കെയാണ്. ഞങ്ങൾ വചനം വിട്ടുകളഞ്ഞിട്ടില്ല. കർത്താവിന്റെ പ്രമാണങ്ങളെ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയാം, നമ്മള് ദൈവത്തിന്റെ പ്രമാണങ്ങളെ അലസമാക്കിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് വിജയിക്കാനായിട്ട് പ്രയാസമാണ്. 12-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങൾ കൃതാർത്ഥരാകുകയില്ല. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ദൈവത്തോടാണ്. ഞങ്ങളോടുകൂടെ ആരുണ്ടെന്നാ പറഞ്ഞത്? ഞങ്ങളുടെ തലവനായിട്ട് ഞങ്ങളോടുകൂടെ ദൈവമുണ്ട്, ദൈവദാസന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് നേതാക്കന്മാരായിട്ട് കാവളം ഊതുവാൻ. യഹോവയായ ദൈവമാണ്. നമ്മുടെ കർത്താവും പറഞ്ഞു, മുൻപ് ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പില്ലെന്ന് പറഞ്ഞു, ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. മറ്റെന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നാം ജീവിക്കുന്നത്? ഇന്ന് രാവിലെ നേരം വെളുത്തതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിച്ചു? ദൈവരാജ്യവും നീതിയും അന്വേഷിച്ചോ? പിന്നെ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? കിട്ടുകയില്ല സഹോദരന്മാരെ, കിട്ടുകയില്ല. അപ്പോ അബിയാവ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിനും ദൈവദാസന്മാർക്കും വചനാനുസരണമുള്ള സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങളോടുകൂടെ ദൈവമുണ്ട് തലവനായിട്ട്. ഞങ്ങളോടുകൂടെ ദൈവത്തിൽ കാഹളം ഊതുന്ന പുരോഹിതന്മാരും ഉണ്ട്. നിങ്ങൾ കൃതാർത്ഥരാകില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ വലിയ പട്ടാളം കൊണ്ടാണ് വരുന്നത്. ശരി, നിങ്ങൾക്ക് ആയുധമുണ്ട്. ശരി, നിങ്ങളുടെ സൈന്യമഹത്വവും നിങ്ങളുടെ ആയുധബലവും
നിങ്ങളുടെ ഗോത്ര വലിപ്പവും എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷെ നിങ്ങൾ കൃതാർത്ഥരാവില്ല. കാരണം എന്താണ്? ഞങ്ങളോടും കൂടി ഉള്ളവനാണ് ശരിയായവൻ, സത്യദൈവം ഞങ്ങളോട് കൂടെയാണുള്ളത്. അപ്പൊ ഇത് നമുക്കും പറയാനായിട്ട് കഴിയണം. ആരൊക്കെ ചാടിയാലും വിജയിക്കില്ല കുഞ്ഞെ. കാരണം നമ്മുടെ കൂടെ ഉള്ളവൻ, നാം ജീവിക്കുന്നത് ദൈവത്തിന് പ്രകാരമാണ്, ദൈവത്തെ മാനിച്ചാണ് ജീവിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രമമായിട്ട് നാം ചെയ്യുന്നുണ്ട്. നമ്മോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. നമ്മോട് കൂടെ ദൈവം നിയമിച്ചാക്കിയിട്ടുള്ളതായിരിക്കുന്ന നേതൃത്വമുണ്ട്. നമ്മുടെ തലവന്മാരായിരിക്കുന്നത് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കുന്നവരല്ല. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മുടെ ഇടയിൽ പറയാനായിട്ട് സാധിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും. കാരണം എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകൾക്ക് പോലും വരുന്നില്ല, സുവിശേഷ വേല ചെയ്യുന്നില്ല. ഇവിടെ സുവിശേഷ വേല എങ്ങനെയെങ്കിലും സുവിശേഷ വേല ചെയ്യട്ടെ എന്നുള്ള കരുതിയാണ് 2 അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. ആരാ വരുന്നത്? ആരും വരുന്നില്ല, വളരെ ചുരുക്കം ആളുകൾ. കാരണം അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ദിവസം നാം എന്ത് കാണുമെന്നറിയാം? ഒരു ദിവസം സാത്താൻ വരും, നമ്മളെ മലർത്തി അടിക്കും. ഗോലിയാത്തിനെ ജയിക്കാൻ ദാവീദിന് കഴിഞ്ഞതിന്റെ കാരണം എന്താ? യഹോവയുടെ നാമത്തിലാണ് അവൻ ചെന്നതെന്നുള്ളതാണ് ഒന്ന്. അതാണ് അവൻ. രണ്ടാമത്, അവന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു, ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മൾക്ക് അത് വേണം. യഹോവയുടെ നാമം നമുക്ക് വേണം, കർത്താവിന്റെ നാമം നമുക്ക് വേണം. അതേക്കുറിച്ച് നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന ചാഞ്ചല്യം ഉണ്ടാകാനായിട്ട് പാടില്ല. ദൈവം പറഞ്ഞു, മുൻപ് ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. ദൈവത്തെ പൂർണ്ണതയിൽ ആരാധിക്കണം, ദൈവദാസന്മാരെ അനുസരിക്കണം, ദൈവത്തോട് മത്സരിക്കാത്ത ഒരു ജീവിതശൈലി നമുക്കുണ്ടായിരിക്കണം. ഇവർ ദൈവത്തോട് മത്സരിക്കുകയാണ് പറഞ്ഞതാണ്. നിങ്ങൾ ദൈവത്തോട് മത്സരിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കും? ദൈവത്തിന്റെ വചനപ്രകാരം ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവം കൽപ്പിച്ചു തന്നിട്ടുള്ളതായിരിക്കുന്ന വചനമനുസരിച്ച് ദൈവത്തെ ആരാധിക്കുകയും യാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ഒരു ജനമാണ്. അവരെണ്ണത്തിൽ കുറവാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ ഒക്കുമോ? ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് തന്നെ ദൈവം പറഞ്ഞ എന്താ? ആൾബലം കണ്ടുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തെന്നാ പറഞ്ഞത്. ആൾബലം കണ്ടുകൊണ്ടല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും വിജയത്തിന് ആൾബലം ആധാരമായിരുന്നില്ല. ഇസ്രായേലിനെ തോൽപ്പിച്ചു പോകുന്നത് എങ്ങനെ? ആൾബലം കൊണ്ടാണ് പോകുന്നത്, ആയുധബലം കൊണ്ടാണ് പോകുന്നത്. കനാനിലേക്ക് പ്രവേശിച്ച് 31 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവിടെ ദേശം പിടിച്ചെടുത്തതല്ല ആയുധബലം കൊണ്ടാണോ? ആയുധബലം കൊണ്ടുമല്ല, ആൾബലം കൊണ്ടുമല്ല. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് അവർ ജീവിക്കുകയും അവര് മുന്നോട്ട് പോവുകയും ചെയ്തു. എപ്പോ പ്രമാണം തെറ്റിച്ചു അപ്പൊ പോയി. ആഖാൻ എന്ന് പറഞ്ഞ ഒരാളൊരു അല്പ മോഷണം നടത്തി, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു? ഇതുമായി യാതൊരു പങ്കുമില്ലാത്തതായിരിക്കുന്ന ആളുകൾ. ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. താൽക്കാലികമായ പരാജയങ്ങളൊക്കെ നമുക്ക് വന്നെന്ന് പറഞ്ഞാൽ ഒന്നും പരാജയമല്ല. ദൈവം അതൊക്കെ ആത്യന്തിക വിജയത്തിനുള്ള മുഖാന്തരങ്ങളാക്കി തീർത്തു. നമ്മുടെ പരാജയങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ വലിയ വിജയങ്ങൾക്കുള്ള മാർഗങ്ങളാണ്, മുഖാന്തരങ്ങളാണ്. നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നാം കാണേണ്ടത് എന്താണ്? ദൈവത്തിന് പ്രകാരമാണോ ജീവിക്കുന്നത്? ദൈവമാണോ നമ്മുടെ നേതാവ്? ദൈവം ആക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ലീഡർഷിപ്പാണോ നമുക്കുള്ളത്? നമ്മുടെ ആരാധനയും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം ദൈവത്തിന് പ്രകാരമാണോ? ഇതൊക്കെ നാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അബിയ രാജാവ് പറഞ്ഞതാണ്. എനിക്ക് അബിയ രാജാവിനെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവൻ പറഞ്ഞത്, നിങ്ങളധികം പേടിക്കണ്ട, നിങ്ങൾ 2 പട്ടാളത്തിന് ഞങ്ങളുടെ 1 പട്ടാളക്കാരൻ മതി, നിങ്ങളുടെ 10 എണ്ണത്തിനെ തർക്കാൻ ഞങ്ങളുടെ ഒരാൾ മതി. അതൊന്നും പറഞ്ഞില്ല, അതൊന്നും അബിയാവ് പറഞ്ഞില്ല. ഒരാൾ അങ്ങനെ പറയും. അങ്ങനെ അബിയാവ് അങ്ങനെ ചിന്തിച്ചതേ ഇല്ല. അബിയാവിനറിയാം ഞങ്ങൾ കുറവാണ്, ആള് കുറവാണ്, ബലം കുറവാണ്, ശക്തി കുറവാണ്, എല്ലാം ഞങ്ങൾക്ക് കുറവാണ്. ഞങ്ങളോടുകൂടെ ഉള്ളവൻ 1 + God = മെജോറിറ്റി എന്ന് പറയാറുണ്ട്. ദൈവം അധികം 1, ഒരാളുമായ മെജോറിറ്റിയായി, ഭൂരിപക്ഷമായി. അത് അബിയാവിന് അറിയാമായിരുന്നു. ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് മനുഷ്യർക്കറിയില്ല, നമുക്ക് പോലും അറിയില്ല. കാറ്റിനെയും അഗ്നിയെയും അവന്റെ ദാസന്മാരായി അയക്കുന്ന പറഞ്ഞത്. കാറ്റും അഗ്നിയും അവന്റെ ദാസന്മാരാണ്. ഒരു സുനാമിയോട് നമുക്കറിയാൻ കണ്ടില്ലയോ? ഒരു കോവിഡിനോട് പറയാൻ പറഞ്ഞത് നാം അനുഭവിച്ചില്ലേ? ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അതൊന്നും ദൈവം എടുത്തിട്ടില്ല, ദൈവം എടുക്കാൻ വരുന്നതേ ഉള്ളൂ. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. അപ്പൊ എന്താ സംഭവിച്ചത്? വളരെ പെട്ടെന്ന് ഇതൊക്കെ രഹബ്യാവ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റവരെന്താ ചെയ്യുന്നത്? യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ അങ്ങോട്ട് വരികയും. അവരുടെ ആലോചനയാണ്, അവരുടെ ജനറൽമാരെല്ലാം കൂടി പറഞ്ഞു ആലോചന, നമുക്ക് ഇവരെ എന്ത് ചെയ്യണമെന്നറിയാം? മുന്നിൽ നിന്നും പുറകിൽ നിന്നും വളയണം, ഇവരെ നടുക്കിട്ട് കൊല്ലണം. ഒരു സൈന്യത്തിന്റെ പുറകിലും പിന്നിലും ശത്രുക്കളായി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? അത് 8 ലക്ഷം ആളുകളുണ്ട്, ഇവര് 4 ലക്ഷമേ ഉള്ളൂ. 4 ലക്ഷത്തെ കൊണ്ട് മുന്നിലും 4 ലക്ഷത്തെ കൊണ്ട് പുറകിലും വെച്ച് ഇവര് 4 ലക്ഷത്തെ വെട്ടാനായിട്ട് തുടങ്ങിയാൽ ഇവർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോ അവര് യുദ്ധം ചെയ്തു. പലപ്പോഴും അങ്ങനെയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ
സാത്താന്റെ ആളുകൾ എന്ത് ചെയ്യും? അവര് പ്രാർത്ഥിക്കുകയില്ല. പ്രാർത്ഥനയിലൊന്നും അവർക്ക് വിശ്വാസമില്ല. പ്രാർത്ഥനയിൽ അവർക്ക് വിശ്വാസം ഉണ്ട് കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട്, ബെൻ സ്ക്രിപ്ചർ ഒരിക്കല് ഇന്ത്യയിലേക്ക് വരുമ്പോ പ്ലെയിനിൽ തന്റെ അടുത്തിരുന്നതായിരിക്കുന്ന ആൾ ആഹാരം കൊണ്ട് കൊടുത്ത സമയത്ത് ആഹാരം വാങ്ങിച്ചില്ല, കഴിച്ചില്ല. അപ്പൊ ബെന്നി ചോദിച്ചു, വൈ യു ആർ നോട്ട് ഈറ്റിംഗ് ലഞ്ച് എന്ന് പറയാം, ഫാസ്റ്റിംഗ് ടുഡേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്തനായ മനുഷ്യനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ചോദിച്ചു, നിങ്ങള് എന്ത് വിഷയത്തിന് വേണ്ടിയാ ഇങ്ങനെ, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു, ഞാൻ സാത്താന്റെ പള്ളിയിലെ അംഗമാണ്, മെമ്പർ ഓഫ് ദി സേറ്റൻസ് ചർച്ച്. ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളതായിരിക്കുന്ന നേതാക്കന്മാര്, മിഷണറിമാരും പാസ്റ്റർമാരും ബിഷപ്പന്മാരും ഒക്കെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടണം എന്നൊരു വിഷയം വെച്ച് ഞങ്ങളെ ഉപദേശിച്ച് പ്രാർത്ഥിക്കുക. ലോകം എങ്ങും ഉള്ളതായിരിക്കുന്ന ഞങ്ങളുടെ ആളുകള് ഈ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്. ദൈവമക്കളെന്ന് പറയുന്നവർ പാസ്റ്റർമാരും മിഷണറിമാരും ബിഷപ്പന്മാരും ഉപദേശിമാരും ഒക്കെ പിടിക്കപ്പെടുന്നുണ്ട്. മൂപ്പന്മാരും ഒക്കെ അവിടെ ഇവിടെ ഉണ്ട്, വിശ്വാസികളും ഒക്കെ ഉണ്ട്. അവന്മാര് പ്രാർത്ഥിക്കുക, ഇവരെ തകർത്ത് കളയണേ സാത്താനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ സാത്താനെ എന്ന്. അപ്പം പ്രാർത്ഥിക്കുന്നവരാന്ന് വെച്ചാൽ അവര് പ്രാർത്ഥിക്കുന്നവരോ, പക്ഷെ അവർ പ്രാർത്ഥിക്കുന്ന സാത്താനോടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നില്ല പലരും. അപ്പൊ ഇവിടെ രസമെന്ന് പറഞ്ഞ വിജയത്തിന് അബിയാവ് കണ്ടത് പ്രാർത്ഥനയും പ്രവർത്തനവുമാണ്. രണ്ട് കാര്യം. അവർ പ്രാർത്ഥിച്ചു, യഹോവയോട് നിലവിളിച്ചു. 14 വാക്യത്തിൽ യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നില്ല. നമ്മുടെ ഒന്നും പ്രാർത്ഥന യോഗത്തിന് ആരും കരയെന്ന് ഞാൻ കേട്ടിട്ടില്ല. കരയണമെന്ന് വിചാരിച്ചാലും കരച്ചിൽ വരൂല്ല, ചിരിവേ വരൂ. കരച്ചു പ്രാർത്ഥിക്കാറുണ്ടോ? കണ്ണിന്ന് കണ്ണീര് വരാറുണ്ടോ? എവിടെ? ആരുടെ കണ്ണിന്ന്? പണ്ടൊക്കെ ദേവദാസന്മാർ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയാവുന്നൊരു ദേവദാസനുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേശം മുഴുവനും കണ്ണുനീര് കൊണ്ട് കുളമാണ്. നിന്ന് ചവിട്ടി അവിടെ മുഴുവനും കണ്ണുനീരും ഒക്കെ ആക്കുമായിരുന്നു. മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. ഒരിക്കൽ മക്കളെ ട്രെയിൻ വിടാൻ വേണ്ടി, യാത്ര അയക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ അവസാനം എന്ത് ചെയ്തു? മക്കള് അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറി പോയി. അപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിനും ഒക്കെ പോയി, അടുത്ത ട്രെയിനും വന്നു. അതേക്കുറിച്ച് പോലും ബോധം ഉണ്ടായില്ല. അതിന് കുഴപ്പമൊന്നുമില്ല. അവരുടെ മക്കൾക്കൊരു കുഴപ്പം വന്നില്ല. ധാരാളം അനുഗ്രഹിക്കപ്പെട്ട ആളുകളായിട്ട് അവർ എല്ലാ കാലത്തും ജീവിച്ചു. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാനും നോക്കുകയില്ല. അബ്യാവ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കളിയാക്കിക്കൊണ്ട് ഏലിയാവ് ബാല്യ പ്രവാചകന്മാരോട് പറഞ്ഞത് എന്താ? ഉറക്കം വിളിക്കുന്നില്ലേ? അവൻ ബാഹ്യത്തിന് പോയിരിക്കായിരിക്കും, ഉറക്കം വിളിക്കാൻ. ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇച്ചിരി ഉറക്കം വിളിക്കുകയും കരയൊക്കെ എന്ന് പറയുന്നത് അത് ഭക്തന്റെ ലക്ഷണമാണ്. നല്ല വേദന വരുമ്പോൾ നമ്മൾ ഉറക്കം കരയില്ലേ എന്ന് പറഞ്ഞ പോലെ മാനസിക വേദനയോ മറ്റു വേദനകൾ വരുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും ആവശ്യങ്ങൾ. അപ്പോൾ ഉറക്കം കരയുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന യഥാർത്ഥമാണെന്നാ. നമുക്ക് ജീവിച്ചുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ കർത്താവിനെ ഭീഷണിപ്പെടുത്തി തരണം, അല്ലെ ഞാൻ പ്രാർത്ഥന നിർത്തും, മേലെ ഞാൻ പ്രാർത്ഥിക്കില്ല. അത് കേട്ടാൽ തോന്നും കർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ പോകുന്നു, ഈ പ്രാർത്ഥിച്ചില്ലെന്ന് വിചാരിച്ചു. അബിയാവ് അവർ യഹോവയോട് പ്രാർത്ഥിച്ചു. ഉടനെ പുരോഹിതന്മാർ കാഹളമൂതി. എനിക്കത് ഇഷ്ടപ്പെട്ടു, കാഹളമൂതി. കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളം കൊണ്ടുപോകണമെന്ന്, കാഹളം ഊതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിയമാനുസരണം ചട്ടപ്രകാരം ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം രാജാവും ജനങ്ങളും പ്രാർത്ഥിക്കുന്നു, പുരോഹിതന്മാർ കാഹളം ഊതുന്നു. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിക്കുക എന്ന് പറഞ്ഞത് എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഇനിയും വിജയമാണെന്നുള്ളതാണ്. എരിഹോവിന്റെ ആർത്തു വിളിച്ചപ്പോഴാണ് നമ്മൾ കരഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു, കാഹളം ഊതി. നമുക്കൊരു ബോധ്യം വന്നു, ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടു, ഇനിയും വിജയമാണ്. അപ്പൊ അവർ ആർത്തു വിളിച്ചപ്പോ എന്താണ്? ദൈവം അവരുടെ വലിയ കലക്കം ഉണ്ടാക്കി. അവർ അന്യോന്യം വെട്ടി എല്ലാം തീർന്നു. 5 ലക്ഷം ആളുകൾ. 18-ാമത്തെ വാക്യത്തിലെ അതേക്കുറിച്ച് പറയുന്നത്, 18-ാമത്തെ വാക്യം, ഇങ്ങനെ ഇസ്രയേലിയർക്ക് താഴ്ച വന്നു, അവരുടെ ദൈവം ആയുധമായിരുന്നു, അവരുടെ ബലവും ആശ്രയിച്ചിരുന്നു. യഹൂദ്യരും യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു എന്നുള്ള പ്രസ്താവന ഒരു വലിയ പ്രസ്താവനയാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അത് പഠിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ പഠിച്ചെങ്കിലും, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അധ്വാനിച്ചിരുന്നെങ്കിൽ, നമ്മുടെ വിശ്വാസികൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സുവിശേഷം ചെയ്തിരുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ത് വിജയം നമുക്കുണ്ടാകുമായിരുന്നു. നാം അസാധ്യമെന്ന് കണക്കാക്കിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് സാധ്യമായിട്ട്. യഹോഭക്തന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്.
പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളൂ എന്നാണ് പഴയ നിയമത്തിൽ പലരും പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളൂവേ ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പോ അബിയാവ് യുദ്ധം ജയിച്ചതിന്റെ രഹസ്യം എന്ന് പറയുന്നത് യഹോവയിൽ ആശ്രയിച്ചു, യഹോവ അവർക്ക് സഹായം ചെയ്തു എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, അത് വലിയൊരു കാര്യമാണ്. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. എനിക്ക് ആ പ്രയോഗം ഇഷ്ടമായി. പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കൂബ്, മോശ, അഹരോന്, യോശുവ, ഇങ്ങനെ ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ദൈവം പിതാക്കന്മാർക്ക് പ്രത്യക്ഷമാവുകയും പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം മുന്നേ കണ്ടുകൊണ്ടാണ് പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയുന്നത്. യാക്കൂബ് പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവരെ എന്നാണ്. ഇസ്ഹാക്കിന്റെ ഭയവുമായ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടാനായിട്ട് പഠിച്ച ഒരു ജനം, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അതിന് ഭാഗ്യം ഉണ്ടായെങ്കിൽ നന്നായിരുന്നു. ജോർജ് മുള്ളറുടെ കാലമൊക്കെ കഴിഞ്ഞു പോയോ? ഇന്നിപ്പം ദൈവം ഇല്ലേ? ദൈവത്തിന് അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഇന്നും ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ബില്ലി ഗ്രഹാമിന്റെ കാലം കഴിഞ്ഞു പോയോ? 1000 10,000 ഓരോരോ ബില്ലി ഗ്രഹാം ക്രൂസൈഡിൽ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നില്ലേ? എന്താ ഇന്ന് വരാത്തത്? മൂഢരുടെ കാലം കഴിഞ്ഞോ? യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യന് പ്രസംഗിച്ച് എത്ര ആയിരങ്ങളാണ്. കൊച്ചുകുഞ്ഞ് ജ്യോതിഷയുടെ കാലം കഴിഞ്ഞു 2 ലക്ഷത്തിലധികം ആത്മാക്കളെ നേടിയിട്ടുണ്ടെന്നാ പറയുന്നത് കൊച്ചുകുഞ്ഞ് ജ്യോതിഷ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യൻ. നമ്മൾക്കങ്ങനെ ആ ദൈവത്തെ, കൊച്ചുകുഞ്ഞ് ദൈവത്തെ ഒന്നും നമ്മളാരും ആശ്രയിക്കുകയും വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതിനുള്ള വിശ്വാസവും നമുക്കില്ല. നമ്മൾ ദൈവത്തെ തമാശയായിട്ട് എടുക്കുന്നവരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ദൈവത്തെ അറിയണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ ഇതാണ് ചെയ്തത്. ദൈവത്തെ അറിഞ്ഞു, അബിയാവ് ദൈവത്തെ അറിഞ്ഞു. ഞങ്ങളുടെ ദൈവം ആരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവം യഹോവയാണെന്ന് പറഞ്ഞു. ആ ദൈവത്തെ അവൻ ആരാധിച്ചു. പറഞ്ഞു, ഞങ്ങൾ സിസ്റ്റമായിട്ട് ആരാധന നടത്തുന്നുണ്ട്, രാവിലെയും വൈകിട്ട് ഞങ്ങൾ യാഗം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാം ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രമമായി സ്വന്തമായി ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദൈവപ്രകാരം ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. നാം അറിയുകയും നാം ആരാധിക്കുകയും നാം അനുസരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയ കാര്യങ്ങൾ ചെയ്യും. അത് നാം അവകാശമാക്കണം. അത് നമ്മുടേതാണെന്ന് പറയണം. ഇന്നത്തെ ലോകത്തിന് കാണുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ വായിക്കുന്നതായിരിക്കുന്ന ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പഴയ നിയമത്തിലെ ദൈവം ചത്തുപോയിട്ടില്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. സംശയമൊന്നുമില്ല. അത്ഭുതക്കാരും അതിശയക്കാരും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദൈവമുണ്ട് അതിശയക്കാരനായിട്ടും അത്ഭുതക്കാരനായിട്ടും. അപ്പൊ ഈ ഒരു വേദഭാഗം എന്നെ വളരെയധികം ഉത്സാഹിപ്പിച്ച ഒരു വേദഭാഗമാണ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിജയത്തിന്റെ സമവാക്യം പൂർണ്ണമായിരിക്കണം. അതെന്താണ്? അറിവ് അധികം ആരാധന അധികം അനുസരണം അധികം ആശ്രയം സമം വിജയം. ഇതാണ് അബിയാവ് കാണിച്ചു തന്നതാണ്. സത്യദൈവത്തെ അറിഞ്ഞു, സത്യദൈവത്തെ ആരാധിച്ചു, സത്യദൈവത്തെ അനുസരിച്ചു, സത്യദൈവത്തെ ആശ്രയിച്ചു. സത്യദൈവം അവൻ വിജയം കൊടുത്തു. നമുക്കും ഈ സത്യദൈവത്തെ അറിഞ്ഞും ആരാധിച്ചും അനുസരിച്ചും വിജയം കൊയ്യാനായിട്ട് സാധിക്കും. നാം അത് ചെയ്യണം. നമുക്ക് ആ വിശ്വാസം വേണം. അപ്പോൾ 8 ലക്ഷം കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 ലക്ഷമേ 4 ലക്ഷമേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് കരയേണ്ട ആവശ്യമില്ല. 10 ഗോത്രക്കാർ അവരോടുകൂടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 2 ഉള്ളല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇസ്രായേലിന്റെ സമവാക്യം തെറ്റായിരുന്നു. ഇസ്രായേലിന്റെ സമവാക്യം ആൾബലം അധികം ആയുധബലം ഇതൊക്കെയായിരുന്നു അവരുടെ സമവാക്യം. എന്നാൽ യഹൂദരുടെ സമവാക്യം അതല്ല. യഹൂദരുടെ സമവാക്യം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ദൈവിക പരിപാടിയുടെ ഭാഗമാണ്. അവര് നിയമത്താൽ ദാവീദ് സന്തതിക്ക് നൽകപ്പെട്ടതാണ്. സത്യസന്ധമായ ദൈവിക ബന്ധം അവർക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു, ഞങ്ങൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തോടുള്ളതായിരിക്കുന്ന സത്യബന്ധം ഞങ്ങൾക്കുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വചനപ്രകാരമുള്ള നേതൃത്വം ഞങ്ങൾക്കുണ്ട്. അഹരോന്റെ പുത്രന്മാരാണ് ഞങ്ങളുടെ പുരോഹിതന്മാര്. ലേവ്യരാണ് ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നവര്. വചനാനുസരണമുള്ള ആരാധന ഞങ്ങൾക്കുണ്ട്. രാവിലെയും വൈകിട്ടും സമയം സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് യാഗങ്ങൾ കഴിക്കുന്നവരാണ്. ഹോമയാഗവും പരിമളധൂപവും ഞങ്ങൾ ദിവസം തോറും അർപ്പിക്കുന്നവരാണ്. ഞങ്ങളെ മേശമേൽ കാഴ്ചയപ്പം വയ്ക്കുന്നവരാണ്. നിലവിളക്ക് വൈകുന്നേരത്ത് ഞങ്ങൾ തെളിച്ചത് കത്തിക്കുന്നവരാണ്. സാക്ഷ്യകൂടാരത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നവരാണ്. അങ്ങനെ ഞങ്ങൾ അനുസരണമുള്ള ജീവിതം നടത്തുന്ന ആളുകളാണ്.
എന്ന് മാത്രമല്ല ദൈവത്തിനും ദൈവദാസന്മാർക്കും വചനാനുസരണമുള്ള സ്ഥാനം നൽകിയ ആളുകളാണ്. ഞങ്ങളുടെ തലവൻ ദൈവമാണ്, ഞങ്ങളുടെ നേതാക്കന്മാർ പുരോഹിതന്മാരാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ നേടുന്നവരാണ്. ദൈവത്തോട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വിജയം. ആ വിജയം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അതല്ലേ രസമെന്ന് പറയുന്നത്. എങ്ങനെയാ വിജയം കിട്ടിയത്? വേറെ സൈന്യം വല്ലതും വന്നു? ഒന്നുമില്ല. ഇസ്രായേൽ മക്കൾക്ക് മുൻപിലും യഹൂദ മക്കൾക്ക് മുൻപിലും പിൻപിലും ഇസ്രായേൽ മക്കളാണ്. വലിയൊരു സൈന്യമാണ് നിൽക്കുന്നത്, വലിയൊരു സൈന്യമാണ്. 14-ാമത്തെ വാക്ക്, യഹൂദ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുൻപിലും പുറകിലും കണ്ടു. യഹോവയെ വിളിച്ചു, പുരോഹിതന്മാർ ഊതി, യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യെരൊബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിനോടും യഹൂദനോടും തോൽക്കുമാറാക്കി. വിജയിക്കുമാറാക്കുന്നതും തോൽക്കുമാറാക്കുന്നതും ദൈവമാണ്. തോൽക്കുമാറാക്കി. അന്നത്തെ അവർ 5 ലക്ഷം ആളുകള് കൊല്ലപ്പെട്ടു. അതും ശക്തരായ സൈന്യങ്ങളാണ്. 5 ലക്ഷം പട്ടാളക്കാരെ കൊല്ലപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നു യൊരോബെയാം രാജാവ് എങ്ങനെയാ തിരിച്ചു പോയത്? 8 ലക്ഷവുമായിട്ട് ഇങ്ങോട്ട് മാർച്ച് ചെയ്ത് വന്ന് തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ 3 ലക്ഷമേ ഉള്ളൂ. ഭയങ്കര പരാജയമാണ്. അഹങ്കാരത്തിന്റെ വാക്കുകൾ. ദൈവാസനം ഇല്ലാത്ത ആളുകൾ അങ്ങനെ തന്നെയാണ്. നാം ദൈവത്തിൽ ആശ്രയിക്കണം, നമ്മിൽ ആശ്രയിക്കരുത്. നമ്മുടെ ശക്തിയിലും ബലത്തിലും നമുക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല. ഇന്നും ശത്രു നമ്മളെക്കാൾ ബലവാനാണ്, പക്ഷേ നമ്മോടുകൂടെ ഉള്ളവൻ എല്ലാവരെക്കാളും ബലവാനാണ്. നമുക്ക് സത്യസന്ധമായിട്ട് പറയണം, ആ ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കുന്നത്, ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ ദാസന്മാരാണ് ഞങ്ങൾ. നിങ്ങൾ വിജയിക്കുകയില്ല, ഞങ്ങൾ വിജയിക്കും. ആത്യന്തികമായ വിജയം നമുക്കുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി നമുക്കും ശക്തമായി നിൽക്കുകയും ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ യുദ്ധങ്ങളെ ജയിക്കുകയും ചെയ്യാം. സുവിശേഷം അറിയിക്കാം. ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.